ഇറാൻ്റെ പരിഹാസം ട്രംപിനെ രോഗിയാക്കി. വിഡ്ഢിയായ ട്രംപെന്ന് ഇറാനികളുടെ ചെല്ലപ്പേര്. മധ്യപൂർവേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി ശക്തമാകുന്നതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ പ്രഖ്യാപനവും അതിനോടുള്ള ഇറാൻ്റെ പ്രതികരണവും അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ ചർച്ചയായി മാറി. ഇറാനെതിരായിട്ടുള്ള സൈനിക ആക്രമണങ്ങൾ താൽക്കാലികമായിട്ടുള്ള വിലക്ക് പ്രഖ്യാപിച്ച ട്രംപ് ഈ തീരുമാനം ഇറാനും മറ്റ് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളും നടത്തിയ അഭ്യർത്ഥനയെ തുടർന്നെന്നാണ് അവകാശപ്പെടുന്നതെങ്കിൽ എന്നാൽ ഈ വാദം ഇറാൻ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞതോടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള വാക്പോരും നയതന്ത്ര ഏറ്റുമുട്ടലും കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച കുറിപ്പിലാണ് ട്രംപ് തൻ്റെ നിലപാട് വിശദീകരിച്ചത്. ഒരു കരാറിൻ്റെ മാനദണ്ഡങ്ങൾ അംഗീകരിച്ചതിനാൽ ഇറാനും മറ്റ് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളും ഞങ്ങളുടെ ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു എന്നായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത്. അതോടൊപ്പം ലോകത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള സമുദ്ര വ്യാപാര പാതകളിൽ നിന്നായിട്ടുള്ള ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായിട്ട് തുറക്കുമെന്ന ധാരണയും ഈ ചർച്ചകളുടെ ഭാഗമാണ് എന്ന് ട്രംപ് പറഞ്ഞു. ആഗോള എണ്ണ വ്യാപാരത്തിൻ്റെ വലിയൊരു പങ്ക് ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് നടക്കുന്നത്. അതിനാൽ ഈ പാതയുമായി ബന്ധപ്പെട്ട ഏത് പ്രഖ്യാപനവും ലോക സമ്പദ്വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുന്നതാണ്. എന്നാൽ ട്രംപിൻ്റെ ഈ അവകാശവാദങ്ങൾക്ക് പിന്നാലെ ഇറാനിൽ നിന്ന് വന്ന പ്രതികരണം തികച്ചും വ്യത്യസ്തമായിരുന്നു. ഇറാനിയൻ സർക്കാർ മാധ്യമങ്ങളോ ഔദ്യോഗിക വക്താക്കളോ ട്രംപ് പറഞ്ഞതുപോലെ ഒരു അഭ്യർത്ഥന അത് അമേരിക്കയ്ക്ക് നൽകിയതായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. ഹോർമൂസ് കടലിടുക്കിനെക്കുറിച്ചുള്ള ഇറാൻ്റെ നിലപാടിൽ മാറ്റമുണ്ടായെന്ന സൂചനയും ഇറാൻ നൽകിയിട്ടില്ല. മറിച്ച് അമേരിക്കയാണ് സമ്മർദ്ദത്തിന് വഴങ്ങി പിന്നോട്ട് പോയതെന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഇറാനിലെ അർദ്ധ ഔദ്യോഗിക വാർത്താ ഏജൻസിയുള്ള ഹാർസ് ന്യൂസ് ട്രംപിനെ രൂക്ഷമായിട്ട് പരിഹസിച്ചുകൊണ്ടാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. വിഡ്ഢിയായിട്ടുള്ള ട്രംപ് തീർന്നു എന്ന തലക്കെട്ടോടുകൂടിയാണ് ഫാർസ് റിപ്പോർട്ട് സ്വീകരിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് തൻ്റെ തന്നെ ഭീഷണികളിൽ നിന്ന് പിൻവാങ്ങിയെന്നും അതിനെ വിജയമായി ചിത്രീകരിക്കുവാൻ ശ്രമിക്കുകയാണ് എന്നാണ് അവരുടെ റിപ്പോർട്ടിലുള്ള ആരോപണം. അതേസമയം മറ്റൊരു പ്രമുഖ വാർത്താ ഏജൻസിയായിട്ടുള്ള മെഹർ ന്യൂസും ട്രംപിൻ്റെ ഈ വാദങ്ങളൊക്കെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ്. ട്രംപ് വീണ്ടും തൻ്റെ പൊള്ളയായിട്ടുള്ള ഭീഷണികളിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. ഇപ്പോൾ ലോകത്തിന് മുന്നിൽ ആ പിൻവാങ്ങലിനെ ഒരു ഉപകാരമായി അവതരിപ്പിക്കുകയാണ് എന്നൊക്കെയായിരുന്നു മെഹറിൻ്റെ റിപ്പോർട്ടുകളിലെ പരാമർശം എന്ന് പറഞ്ഞു. അങ്ങനെ ഇറാനിയൻ സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് മെഹർ അമേരിക്കയുടെ പ്രസ്താവനയെ പുതിയൊരു നുണ എന്നാണ് അതിൽ വിശേഷിപ്പിച്ചതും. അതേസമയം ഏതു സാഹചര്യം നേരിടാൻ ഇറാൻ സായുധസേന പൂർണ്ണ സജ്ജമാണ് എന്നുള്ള റിപ്പോർട്ട് കൂടി അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അമേരിക്ക വീണ്ടും ആക്രമണ നടപടികളിലേക്ക് നീങ്ങിയാൽ ശക്തമായ തിരിച്ചടി നൽകാൻ രാജ്യം തയ്യാറാണ് എന്നുള്ള സന്ദേശം കൂടി ഇറാൻ ആവർത്തിച്ച് നൽകുകയും ചെയ്തു. ഈ വിവാദത്തിനിടെ മറ്റൊരു പ്രധാന വിഷയം ഇറാനിയൻ മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടി. അതായത് അമേരിക്കയുടെ വ്യോമ പ്രതിരോധ മിസൈൽ ശേഖരത്തിൽ ഗണ്യമായിട്ടുള്ള കുറവുണ്ടെന്നുള്ള പാശ്ചാത്യ മാധ്യമ റിപ്പോർട്ടുകൾ അതാണ് പുറത്തു വന്നത്. അപ്പോൾ അർദ്ധ ഔദ്യോഗിക വാർത്താ ഏജൻസി തസ്നീം ന്യൂസ് ട്രംപ് ആക്രമണം നിർത്തിവെക്കുവാൻ തീരുമാനിച്ചതിന് പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ സൈനിക പരിമിതികളാണ് എന്ന് റിപ്പോർട്ട് ചെയ്തു. അമേരിക്ക സൈനികമായിട്ട് സമ്മർദ്ദത്തിലാണ് അല്ലെങ്കിൽ സമ്മർദ്ദത്തിലായിരിക്കുന്നു, ആക്രമണ ഭീഷണിയിൽ നിന്ന് പിന്മാറേണ്ടി വന്നത് എന്നുള്ള ഒരു വാദം അത് ഇറാനിയൻ മാധ്യമങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അതായത് സൈനിക ശക്തി കുറവാണ്, അതുപോലെ തന്നെ ഉപയോഗിക്കുവാൻ കഴിയുന്നുള്ള ആയുധങ്ങൾ അമേരിക്കയ്ക്ക് ഇല്ലാതായിരിക്കുന്നു എന്നൊക്കെയുള്ള തരത്തിലുള്ള വാദങ്ങളാണ് മുന്നോട്ട് വെച്ചത്. അതേസമയം ട്രംപ് തൻ്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് ആവർത്തിക്കുകയാണ്. സൗദി അറേബ്യയുടെ കിരീട അവകാശിയായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാനുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷവും അമേരിക്കൻ സൈന്യം ഇറാനെതിരെ നടപടിയെടുക്കുവാൻ പൂർണ്ണ സജ്ജമാണ് അല്ലെങ്കിൽ സജ്ജമായിരിക്കുന്നു എന്ന് ട്രംപ് പറയുകയാണ്. എന്നാൽ സമാധാനത്തിനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ആക്രമണം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചത് എന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. അപ്പോൾ ഈ വിശദീകരണം ഇറാൻ പൂർണ്ണമായിട്ടും തള്ളുകയും ചെയ്തു. അപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ പുതിയ വാക്പോരിന് പിന്നിൽ കഴിഞ്ഞ 5 മാസത്തിലേറെയായി തുടരുന്ന സൈനിക സംഘർഷങ്ങളാണ്. ഫെബ്രുവരി അവസാനത്തോടുകൂടി അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ലക്ഷ്യമിട്ട് നടത്തിയ അവരുടെ ആക്രമണങ്ങളോടുകൂടിയാണ് പുതിയ ഘട്ടം തന്നെ ആരംഭിച്ചത്. അതിനുശേഷം നിരവധി സൈനിക നടപടികളും തിരിച്ചടികളുമൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും സംഘർഷത്തിന് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ പരിഹാരം എന്ന് പറയപ്പെടുന്നത് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിനിടെയാണ് ഹോർമൂസ് കടലിടുക്ക് വീണ്ടും ആഗോള ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നത്. നേരത്തെ വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായിട്ട് ഈ പാത തുറക്കുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ആ ധാരണ തകരുകയായിരുന്നു. സമീപ ആഴ്ചകളിൽ വീണ്ടും ആക്രമണങ്ങൾ ശക്തമായതോടുകൂടി ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ തൻ്റെ നിയന്ത്രണം അത് കൂടുതൽ ശക്തമാക്കി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അമേരിക്ക ശത്രുതാപരമായിട്ടുള്ള നടപടികൾ തുടരുന്നിടത്തോളം കാലം ഈ പാതയിൽ നിയന്ത്രണമെന്ന് പറയപ്പെടുന്നത് തുടരുമെന്ന് തന്നെയാണ് ഇറാനിയൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യം ഇതിനകം തന്നെ ആഗോള എണ്ണ വിപണിയെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. വെടിനിർത്തൽ പ്രതീക്ഷ ഉയർന്നപ്പോൾ നേരിയ തോതിൽ കുറഞ്ഞിരുന്ന ക്രൂഡ് ഓയിൽ വില പുതിയ സംഘർഷ സാധ്യതകളെ തുടർന്ന് വീണ്ടും ഉയരുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിലൂടെ ലോകത്തിൻ്റെ ഏകദേശം 1/5 എണ്ണയാണ് ഇതുവഴി കടന്നു പോകുന്നത്. അതിനാൽ തന്നെ ഈ ചെറിയ പാതയിൽ ചെറിയ തടസ്സം പോലും ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നുള്ളതാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. അപ്പോൾ ഇതിനൊപ്പം നമ്മൾ അമേരിക്കയിലെ ആഭ്യന്തര രാഷ്ട്രീയവും ഈ വിഷയത്തിൽ നിർണായകമായിട്ടുള്ള ഘടകമായി മാറുകയാണ്. വരാനിരിക്കുന്ന അമേരിക്കൻ ഇടക്കാല തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ട്രംപിൻ്റെ ഈ തീരുമാനങ്ങൾ എന്ന് പറയപ്പെടുന്നത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് യുദ്ധസാഹചര്യം ഒഴിവാക്കുവാനുള്ള സമ്മർദ്ദവും മറുഭാഗത്ത് ശക്തമായ നേതൃത്വം കാഴ്ചവെക്കേണ്ട രാഷ്ട്രീയ ആവശ്യകതയും ട്രംപിന് മുന്നിലുണ്ട്. അതേസമയം ഇറാനും തങ്ങളുടെ നിലപാടിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നുള്ള സന്ദേശം നൽകിയിരിക്കുന്നു. മൊത്തത്തിൽ ട്രംപിൻ്റെ പ്രഖ്യാപനവും ഇറാൻ്റെ ശക്തമായ നിഷേധവും ചേർന്ന് മധ്യപൂർവേഷ്യയിലെ സംഘർഷം അവസാനിച്ചിട്ടില്ല എന്നും മറിച്ച് അത് പുതിയ നയതന്ത്രവും പ്രചാരണ ആയുധവും നിറഞ്ഞ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്ന് വ്യക്തമാക്കുകയാണ്.
അപ്പോൾ യുദ്ധം താൽക്കാലികമായിട്ട് ഒഴിവായാലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള വിശ്വാസക്കുറവും തന്ത്രപരമായിട്ടുള്ള മത്സരവും അത് തുടരുന്നിടത്തോളം മധ്യപൂർവേഷ്യയിലെ അനിശ്ചിതത്വവും അത് അവസാനിക്കില്ല എന്ന ആശങ്കയാണ് ഇപ്പോൾ ലോകം മുഴുവൻ പങ്കിടുന്നത് പോലും. എന്തായാലും ഇറാനിൽ നിന്ന് തിരിച്ചോടാൻ കാണിച്ച ട്രംപിൻ്റെ ചിന്താഗതി എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിനെ ഒരു വല്ലാത്ത രോഗിയുടെ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന് പറയാം. ഇറാനികൾ ചെല്ലപ്പേര് കൊടുത്ത് ഇയാളെ വിളിക്കുകയാണ്, ട്രോൾ ചെയ്യുകയാണ് വിഡ്ഢി എന്ന്, വിഡ്ഢിയായ ട്രംപ് എന്ന്. അത്തരത്തിലൊരു വിഡ്ഢിയായ ട്രംപ് ആയതുകൊണ്ടാണോ ഇത്ര പെട്ടെന്ന് തന്നെ വരികയും ഒപ്പം തന്നെ മടങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ട്രംപ് എത്തിച്ചേർന്നത്? ട്രംപിനെ കൊല്ലാക്കൊല ചെയ്യുകയാണ് അവിടുത്തെ മാധ്യമങ്ങൾ. മാത്രമല്ല ഇറാനികളുടെ ചെല്ലപ്പേരായി മാറിയിരിക്കുന്നു ട്രംപ് എന്ന വിഡ്ഢി.